പ്രിയപ്പെട്ടവരെ, പഹൽഗാം കൂട്ടക്കൊല ലോകത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. നിരപരാധികളായ സന്ദർശനത്തിനെത്തിയ മനുഷ്യരുടെ 26 പേരുടെ ജീവനെടുത്ത ഒരു മഹാദുരന്തം. ഇതിനെ മനുഷ്യനെ സ്നേഹിക്കുന്ന സമൂഹം ഒന്നടങ്കം ലോകമെമ്പാടും അപലപിച്ചിരിക്കുകയാണ്. സാധാരണയായി ഈ തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത് സൈന്യങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഫോഴ്സുകൾക്കും ഒക്കെ നേരെയാണ്. നിരപരാധികളായ സിവിലിയൻസിന് നേരെ ഈ തരത്തിലൊരാക്രമണം നാടാടെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒറ്റപ്പെട്ടൊക്കെ അവിടെയും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ തരത്തിലുള്ള ഒരു കൂട്ടക്കൊല നാടാടെ തന്നെയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇത് സംഭവിച്ചത് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഉയർന്നു വന്ന മനുഷ്യന്റെ വികാര പ്രകടനം ഒരു ഐക്യതയോടുകൂടിയാണ്. അതൊരു വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. ആ ഒരു മനസാന്നിധ്യം. ഇതുപോലുള്ള സമയങ്ങളിലാണ് ഈ ക്ഷുദ്രശക്തികളൊക്കെ രംഗത്ത് വരുന്നതും മനുഷ്യനെ പരസ്പരം കലഹത്തിലേക്ക് നയിക്കുന്നതും ഒക്കെ തന്നെ. ആ ഭാഗത്തൊക്കെ തന്നെ എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഇതിനെ അപലപിക്കുവാനും ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ വൈകാരികമായ പ്രകടനം കാഴ്ചവെക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ കാശ്മീരിലെ ആ പ്രദേശത്തുള്ള എല്ലാ കടകമ്പോളങ്ങളും അടച്ച് ആ ദുഃഖത്തിൽ പങ്കുചേർന്നു. കഴിഞ്ഞ ദിവസം രാവിലെ കാശ്മീർ താഴ്വരയിൽ എല്ലാ വിഭാഗത്തിലും പെട്ട കക്ഷി രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ ജാതിമത വിഭാഗങ്ങളും ഒത്തുചേർന്ന് നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ വളരെ വലിയ സന്ദേശമാണ് നമ്മുടെ നാട്ടിലെ പരസ്പര ഐക്യത്തിനും മതസൗഹാർദ്ദത്തിനും നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിനെതിരെ അങ്ങും ഇങ്ങും ചില പൊട്ടലും ചീറ്റലും പോലെ ചില വിധ്വംസക ശക്തികൾ പലതരത്തിലുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നെങ്കിൽ തന്നെയും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയുടെ ഈ സമാധാനപരമായ നിലപാടിൽ അത് നിഷ്പ്രഭമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സംഭവം നടക്കുമ്പോൾ ഈ ഘാതകരിൽ ആരോ ആളുകളുടെ പേര് ചോദിച്ചെന്നും മതം ചോദിച്ചെന്നും ഒരു വാർത്ത വരുന്നിട്ടുണ്ട്. അത് മാധ്യമപ്രവർത്തകരിൽ നിന്നും പുറത്തു വന്ന കാര്യമാണ്. അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ആയിട്ടില്ല, വന്നിട്ടില്ല. അതെന്തായാലും ശരി, പക്ഷെ അതിനെയെല്ലാം വളരെ പക്വതയോടുകൂടിയാണ് സമൂഹം ശിക്ഷിച്ചത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും. സാധാരണ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ച് ജാതിമതപരമായ കാര്യങ്ങളിൽ കുറച്ച് പാർഷ്യലായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു നമ്മുടെ മേജർ രവി. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിച്ചത് വളരെ മാതൃകാപരമായാണ്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചത് പൂർവമുള്ള ഒരു സംഭവമാണ്. കാരണം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുവാനുള്ള ഒരു നമ്പറായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ശരിയാണ്, ഈ വിധ്വംസക പ്രവർത്തകർക്ക്, ഈ ഘാതകന്മാർക്ക് അവിടെ കുറെ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് അവിടെ ഒരു സാമുദായിക കലാപം ഉണ്ടാകുമ്പോഴാണ്. ഒരു സാമുദായിക കലാപം പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കും ജീവഹാനിക്കും കണക്കുണ്ടാവില്ല.
അതുണ്ടാക്കാവുന്ന ഈ ഇവരുടെ നേട്ടം ഒരു കാരണവശാലും ആരെങ്കിലും 3-4 പേർ ചുഴഞ്ഞു കയറി അവർ 1-2 പേരെയൊക്കെ വെടിവെച്ച് കൊന്നിട്ടോ അല്ലെങ്കിൽ 10 പേരെ വെടിവെച്ചിട്ടോ ഉണ്ടാക്കാൻ കഴിയാത്തത്ര വലിയ കാര്യമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത്. ആ തരത്തിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉള്ള ഒരു ചോദ്യമായിട്ട് വേണം അതിനെ കാണുന്നത് എന്നുള്ള മേജർ രവിയുടെ ആ അഭിപ്രായത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഈ നടന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെ ധാരാളമായി ആളുകൾ അവരുടെ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ വളരെ സംയമനത്തോടെയാണ്. അപൂർവം ചിലർ മാത്രമാണ് അതിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ട് ഇതിനെ വർഗീയമാക്കാനും മറ്റും ശ്രമിച്ചത്. അതിലെടുത്തു പറയേണ്ട ഒരു ചാനലാണ് ജനം TV. മലം TV എന്നാണ് ഇപ്പോൾ ജനം അതിനെ വിളിക്കുന്നത്. കാരണം അതിൻ്റെ ആകെ കൂടിയുള്ള പ്രോഗ്രാം ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ മാത്രമാണ്. പ്രത്യേകിച്ചും ഒരു മതത്തെ, ഇസ്ലാം മതത്തെ മോശപ്പെടുത്തിക്കൊണ്ട് അതിനെ എവിടെയൊക്കെ ഒരു പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുമോ ആ തരത്തിലാക്കിക്കൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കുക. അതിനുവേണ്ടി വായിലൂടെ വിസർജിക്കുന്ന കുറേ കക്ഷികളെ സംഘികളായിട്ടും അതുപോലെ തന്നെ ഇസ്ലാം സംഘികളായിട്ടും ക്രിസംഘികളായിട്ടുമൊക്കെ കുറെ പേര് അനിൽ നമ്പിയാർ എന്ന് പറയുന്ന മഹാവിഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ തിരസ്കരിക്കപ്പെടേണ്ട, ജനം ഏകദേശം തിരസ്കരിച്ചു കഴിഞ്ഞ അടച്ചുപൂട്ടേണ്ട ഒരു ചാനലാണ് ഈ ജനം TV എന്നുള്ളതിന് സംശയമില്ല. ഈ തരത്തിൽ പോയാൽ അത് ഏറെ താമസിയാതെ സംഭവിക്കുകയും ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം ഈ പഹൽഗാം ആക്രമണത്തെക്കുറിച്ചും അവർ നടത്തിയ ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയാണ് ഏറ്റവും മലീമസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത എക്സ് മുസ്ലിം ആരിഫ് അലി, അവനെയൊക്കെ ഇപ്പോൾ വിളിക്കുന്ന എച്ചിൽ മുസ്ലിങ്ങളെന്നാണ്. ആ ഒരു എച്ചിൽ മുസ്ലിം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യനെ തന്നെ ലജ്ജിപ്പിക്കുന്നതാണ്. മനുഷ്യനെല്ലാം ഒരേ ഹൃദയത്തോടുകൂടി ഈ സന്ദർഭത്തിൽ വേദനിക്കുമ്പോൾ ആ ഇമോഷനെ എങ്ങനെ മുതലെടുക്കാം എന്ന തരത്തിലുള്ള വർത്തമാനമായിരുന്നു ഈ ആരിഫ് ഹുസൈൻ അതിൽ നടത്തിയത്. ഈ സംഭവത്തെ അതിൻ്റെ ശത്രുക്കൾ ആരാണെന്നും അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും പകൽ പോലെ വ്യക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ വെറും ഇസ്ലാമികമാക്കി മാറ്റാനും അത് ഖുറാന്റെയും ഇസ്ലാമിൻ്റെയും മുകളിൽ ചാരിക്കൊണ്ട് ഇസ്ലാം ഭീകരവാദമാണ്, അതിന് വേറെ ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനപ്പുറം അത് ഇസ്ലാമിൻ്റെ കാര്യമാണ്, ഇസ്ലാം ചെയ്ത ഭീകരവാദമാണ്, ഖുർആനിൽ ഇത്തരത്തിലുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള അവൻ്റെ ആ വർത്തമാനം, അതിനെയൊന്നും വിമർശനം എന്ന് പറയാൻ പാടില്ല. അവൻ കുറെ മോശപ്പെട്ട രീതിയിൽ വളരെ തരം താഴ്ന്ന തരത്തിൽ ആ TV-യിലൂടെ കുറെ സമയം സംസാരിക്കുകയുണ്ടായി. സത്യത്തിൽ ഇവനൊക്കെയാണ്, ഈ എച്ചിൽ മുസ്ലിമുകളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ എന്ന് പറയാൻ യാതൊരു മടിയും വേണ്ട. ബാക്കിയുള്ള എല്ലാ ഭീകരവാദത്തിനും അതിൻ്റെതായ ചില മര്യാദകൾ, അവരുടെ മര്യാദകളെങ്കിലും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത തരത്തിൽ ഇവനൊക്കെ കിട്ടുന്ന ആനുകൂല്യം ഇവന്റെ പേര് ഒരു മുസ്ലിമിന്റെ പേരായി കാത്തു സൂക്ഷിക്കുന്നു എന്ന് മാത്രമാണ്. ഈ ജനം TV പോലും ഇവനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഒരു മുസ്ലിം പ്രതിനിധി, ഒരു മുസ്ലിം ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. പക്ഷെ ഇവൻ ഇസ്ലാമിൽ നിന്നും പുറത്തായെന്ന് അവൻ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അവൻ തന്നെ ആ ഇസ്ലാമിനെ ചെയ്യാവുന്ന അങ്ങേ അറ്റത്തിലുള്ള ആക്ഷേപങ്ങൾ ചെയ്തുകൊണ്ട് അവൻ ആ മതത്തിന് പുറത്ത് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവനെ പിന്നെ എന്തിന് ഇസ്ലാമിൻ്റെ ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇവർ ക്ഷണിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്.
സത്യത്തിൽ ഇവനൊക്കെ തന്നെയാണ് ഈ നാട്ടിലെ ഈ ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ, ഭീകരപ്രവർത്തകർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇവന്മാർ തോക്കെടുത്ത് ആരെയും വെടിവെക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ തോക്കിൽ നിന്ന് പോകുന്ന വെടിയുണ്ടകളെക്കാൾ രൂക്ഷമാണ് ഇവന്റെയൊക്കെ വായിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാക്കുകൾ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ അവന്റെ ആ കഴിഞ്ഞ ദിവസത്തെ ചില വാക്കുകൾ ഇസ്ലാമിനെയും ഖുർആനെയും പറ്റി മോശപ്പെടുത്തിക്കൊണ്ട് ആ ഇസ്ലാമും ഖുർആനുമാണ് ഈ തരത്തിലുള്ള ഭീകരപ്രവർത്തനത്തിൽ ചുക്കാൻ പിടിക്കുന്നതെന്ന് വരുത്താനുള്ള അവന്റെ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുകയാണ്. അവരുടെ ബിഗർ ഗോൾസ് ഉണ്ട്. ആ ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഒന്ന് കാശ്മീർ തന്നെയാണ്, രണ്ട് ഇന്ത്യ മൊത്തം പിടിക്കാന്നുള്ള ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പറയുന്ന ഈ കൂട്ടരായിട്ടുള്ള ആളുകളുടെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിദൂര ലക്ഷ്യം തന്നെയാണ്. അത് ഒരു എന്താണ് ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് നടപ്പിലാക്കിയിരിക്കണം. അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ട് അവർ വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അതിപ്പോ ഒരു വിപരീത കാലാവസ്ഥ, മോദി അവിടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ട് എന്നതിന്റെ പേരിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇടാം, അല്ലെങ്കിൽ ഒന്ന് പതുക്കെ പോകാം. പക്ഷെ അപ്പോഴും നമ്മളിവിടെ ഉണ്ടാകണം, നമ്മളെ പരിശീലനം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം, നമ്മൾ ഇതിനുള്ള ടെററൈസിങ് ആക്ടിവിറ്റീസ് അത് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലാണ് നമ്മൾ ബിഗർ ഗോൾസിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സംഗതി അതവിടെ ഉണ്ട്. ഞാനിപ്പോ ഇന്ന് ഈ വാർത്ത വരുന്നതിനൊക്കെ മുന്നേ സാന്ദർഭികമായിട്ട് മറ്റൊരു വിഷയം പറയുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ സഹപ്രവർത്തകരായിട്ട് സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചൊരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് രാജ്യത്തെ എത്ര വേണമെങ്കിലും പുരോഗതിയിലേക്ക് കൊണ്ടുപോകാം, എത്രമാത്രം വികസിത രാജ്യമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യയെ മാറ്റാം. പക്ഷെ നിങ്ങൾ ടെററിസം എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ രാത്രി മതി ഈ പറയുന്ന സാധനം തകിടം മറിയാൻ എന്ന് നമ്മൾ പറയാണ്. കാരണം നമ്മളുടെയൊക്കെ അനുഭവത്തില് ഈ ഒരു വിഷയത്തെ, ഈ ടെററിസം എന്ന് പറയുന്നത് ഇസ്ലാമിക് ടെററിസം എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വൈകുക, മടിക്കുക, അല്ലെങ്കിൽ അതിനെ അലംഭാവം കാണിക്കുന്ന ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അവരുടെ നില ഇന്ന് കുട്ടിച്ചോറായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് രാഷ്ട്രീയപരമായിട്ട് കുട്ടിച്ചോറാകുന്നു, അത് സാമ്പത്തികമായിട്ട് കുട്ടിച്ചോറാകുന്നു, അതുപോലെ തന്നെ അവരുടെ സാമുദായികമായ നിലനിൽപ്പ്, അതിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, അതുപോലെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ടെൻഷൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിച്ചോറാകാൻ വേറെ ഒരു കാരണം വേണ്ട. നമുക്ക് നിങ്ങളൊരു പട്ടിണി രാജ്യമാണെങ്കിൽ പോലും, ടെററിസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. കാരണം അങ്ങനെ അഫക്റ്റഡ് അല്ലാത്ത പല രാജ്യങ്ങളുണ്ട്, വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല. ഇപ്പൊ വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ലാവോസ്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളടക്കം അവർ ഇത്ര വലിയ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ചെറിയ രാജ്യങ്ങളാണെങ്കിലും സാമ്പത്തികമായിട്ട് വലിയ ശക്തികൾ അല്ലെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. പക്ഷെ അത്തരം ഒരു സ്ഥിതിവിശേഷം, അതിലേക്കൊരു തീവ്രവാദം കൂടി കടന്നു വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ നിലനിൽപ്പിന് ബാധിക്കും. ഇതാണ് നമ്മൾ കാണുന്നത്. അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്, ബംഗ്ലാദേശ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളുള്ളപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു സംഭാഷണത്തിൽ പങ്കുവെച്ച അതേ കാര്യമാണ്, നമ്മൾ വളരെ ഗൗരവത്തിനെടുക്കേണ്ട ഒരു വിഷയമാണ് ഈ ടെററിസം എന്ന് പറയുന്നത്. ഈ ഒരു അറ്റാക്കും അതിലുണ്ടായിട്ടുള്ള അവരുടെ രീതി ഇപ്പൊ അറിയാൻ കഴിയുന്നത്, അവരുടെ മതം ചോദിച്ചിട്ട് വെടിവെച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല, അതിന്റെ വാർത്തകൾ വരട്ടെ. എന്തായാലും അത് ചോദിക്കാൻ മടിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയാം. കാരണം ഇതിന്റെ ഈ ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ പറയുന്ന ലക്ഷ്യം വെച്ച് ജിഹാദ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻഫിഡൽസിനെ കൊല്ലുക എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ കൊല്ലേണ്ട കാര്യം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അത് സ്പെയർ ചെയ്യും. കാരണം ഖുർആനിലടക്കം എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ 9:5 എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും ആളുകൾക്കൊക്കെ നിഷേധിക്കണമെങ്കിൽ വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ ഇവിടെ വെക്കുകയാണ്. നിങ്ങൾ വെല്ലുവിളി ഏറ്റെടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, നിങ്ങൾ ഈ പറയുന്ന കാഫറുകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പതിയിരിക്കുക, അവരെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കുക എന്ന് പറയുമ്പോൾ അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരേക്കും അവരെ യുദ്ധത്തിന് നിങ്ങൾ അവരുമായിട്ട് ചെല്ലുക എന്ന് പറയുമ്പോൾ ഇതൊന്നും ഡിഫൻസ് അല്ല ഈ പറയുന്നത്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഇവിടെ ഒരു വിവേചനം ഉണ്ട്. ആ വിവേചനം എന്ന് പറയുന്നത് മുസ്ലിമിനെ സ്പെയർ ചെയ്യുക, കാഫറുകളെ പിൻ പോയിന്റ് ചെയ്ത് ചെയ്യുക, പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രത്യേകിച്ച് നിങ്ങളെ ആക്രമിക്കാൻ വന്നതിന്റെ പേരിൽ ചെയ്യണമെന്നൊന്നും അല്ല ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യുദ്ധമൊക്കെ കഴിഞ്ഞ് കാറ്റ് ഇതെല്ലാം ഈ ഖുറാനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയേണ്ടി വരികയാണ്, അതിന്റെ പിന്നിലുള്ള പറയേണ്ടി വരുന്നു. അപ്പോ ഇപ്പൊ ചോദിച്ച ചോദ്യവും ഇതിന്റെ ലക്ഷ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് ചോദിക്കേണ്ടത്. ഇത് എന്നുള്ള കാര്യമാണ്. ഇതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇന്ത്യൻ ഈ സിസ്റ്റം എങ്ങനെ സംഭവിച്ചു എന്ന്
അതിന് എത്ര മാത്രം പകൽ ഗൗരവം പോലെ എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിരിക്കുന്ന ഒരു ഞാൻ അതിന് എത്ര സാഹചര്യത്തിൽ മാർക്ക് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാ അത് ഒരു ചെയ്തവർ തന്നെ 60 മാർക്ക് ഞാൻ അതിന്റെ കൊടുക്കും. കാരണം ഇത് ഉത്തരവാദിത്വം ഒരു വരെ 90 ഏറ്റെടുത്തിരിക്കുന്ന മാർക്കെങ്കിലും ഒരു നമുക്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തിയാലല്ലാതെ ഇതൊരു ഈ സാധനത്തെ കണ്ടുപിടിക്കില്ല. സമുദായത്തിന്റെ അതിന് വേണ്ട പണി നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അതിന് വേണ്ട മതപരമായ സർജിക്കൽ സ്ട്രൈക്സ് വിശ്വാസപരമായ നടത്തിയേ പറ്റുള്ളൂ. അതിന് നമ്മൾ അവിടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്രായേലിനെ തന്നെ ഒരു മാതൃകയാക്കുമെന്നാണ് ഞാൻ പറയാം. കാരണം ഇന്ന് നമ്മളോട് പ്രവൃത്തിയാണെന്ന് പറയുമ്പോൾ വരുത്തി ഞാൻ തീർക്കുക തുടക്കത്തിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഹമാസ് ഇവിടെ കശ്മീരിൽ ഇവനൊക്കെയാണ് വന്നുപോയി എന്ന് ഏറ്റവും പറയുമ്പോൾ വലിയ ഇത് നമ്മളെ ബാധിക്കുന്ന സാമൂഹിക പ്രശ്നമല്ലേ? ഈ ദ്രോഹികൾ. ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായിട്ട് ഇന്നും മനുഷ്യനെ കേരളം ഇന്നും തമ്മിലടിപ്പിച്ച് നമ്മൾ ഇന്ത്യ കൊല്ലുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. ഏറ്റവും ഇപ്പോഴും വലിയ അതിനെ വിഷജന്തുക്കൾ താലോലിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വഴിയും ഇവനൊക്കെ ഒരുക്കിയിട്ടുകൊണ്ടാണ് തന്നെയാണെന്ന് നമ്മൾ ഇതൊക്കെ പറയാതിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വയ്യ. അപ്പൊ അടുത്ത ഒരു ഇവൻ വായി ഘട്ടത്തിലേക്ക് തുറന്നാൽ ഞാൻ പറയാ അടുത്ത അതുപോലെ ആദ്യത്തെ തന്നെയാണ് ആക്ഷൻ എന്ന് പറയുന്നത് ആ ഹമാസ് പോലുള്ള ജാമിത തീവ്രവാദ എന്ന് സംഘടനകൾ പറയുന്നവൾ, അതിന് തീവ്രവാദ സംഘടനയായിട്ട് കാമിത, തന്നെ ഇന്ത്യയിൽ നിരോധിക്കുന്ന ഒരു അവളും അവസരം വാ കൂടെ അതിന് തുറക്കുന്നത്, പിന്തുണ കൊടുക്കുന്ന ആളുകൾ അവളുടെ ആ ഇന്ത്യയിൽ അകത്തുനിന്ന് വലിയ പിന്തുണ വായ അങ്ങോട്ട് കൊടുക്കുന്നെങ്കിൽ അവരെ അനങ്ങാൻ നമ്മൾ തുടങ്ങുന്നത് അവരെ കൺട്രോൾ ഇസ്ലാമിനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു എവിടൊക്കെ തരിക, അതിനുള്ള അവഹേളിക്കാൻ പണികൾ കഴിയുമോ ചെയ്തു വെക്കുക. അതിനുവേണ്ടി മാത്രമാണ് അവൾ വാ തുറക്കുന്നത്. ഇത് രണ്ടും ഈ കൂട്ടത്തിൽ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നതാണ്. ഈ ഗണത്തിൽപ്പെട്ട കുറെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇത് രണ്ടുമാണ് ഏറ്റവും രൂക്ഷമായി ഈ തൊഴിൽ മാത്രം ചെയ്യാനായി വായനക്കുന്നത് എന്ന് പറയാതെ വയ്യ. സമൂഹം ഇതിനെ ജാഗ്രതയോടുകൂടി കാണുക. നമ്മുടെ നാട്ടിൽ നാം കാത്തു സൂക്ഷിച്ചു പോകുന്ന നമ്മുടെ പരസ്പര സ്നേഹവും മതമൈത്രിയും സാഹോദര്യവും നാം കൈവിട്ട് കളയാതെ സൂക്ഷിക്കുക. ആളുകളെ തെരഞ്ഞു പിടിച്ച് ഹിന്ദുക്കളെ അല്ലെങ്കിൽ അമുസ്ലിങ്ങളെ മാത്രമാണ് കൊന്നത് എന്ന് പറയുമ്പോൾ പോലും അതിനിടയിൽ തിളഞ്ഞു നിൽക്കുന്ന എത്രയോ സംഭവങ്ങൾ ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഹിന്ദുക്കളായ കുടുംബങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയ അവരുടെ സംരക്ഷണത്തെക്കുറിച്ച് വാതോരാതെ പറയുന്ന എത്രയോ വാർത്തകൾ നമുക്കിന്ന് വായിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സന്ദർശകരെയും കൊണ്ടുപോയ ഒരു കുതിര സവാരിക്കാരൻ, അയാൾ ഈ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഘാതകന്റെ തോക്ക് തട്ടി മാറ്റുന്നതിനിടയിൽ വെടിയേറ്റ് മരിച്ച ഒരു സംഭവം. അതൊരു മുസ്ലിം യുവാവാണ്. ആ ചെറുപ്പക്കാരന്റെ ഉമ്മയുടെ നിലവിളിയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലും TV-യിലുമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ ഉമ്മ നിലവിളിക്കുന്നത് സ്വന്തം മകൻ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അവൻ മുസ്ലിമാണ്. അപ്പോൾ അവൻ അവിടെ മടിച്ചു നിന്നില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായപ്പോൾ അവൻ മുസൽമാനാണെന്ന് പറഞ്ഞ് മാറി നിന്നില്ല. അല്ലെങ്കിൽ അവൻ ഓടി ഒളിച്ചില്ല. അവൻ തൻ്റെ കൺമുന്നിലുള്ള തന്നോടൊപ്പമുള്ള തൻ്റെ സന്ദർശകരെ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശത്രുവിൻ്റെ തോക്ക് തട്ടി മാറ്റിയപ്പോൾ അതിൽ നിന്നും വെടിയുതിർന്നാണ് അവൻ മരിച്ചു വീണത്. ഇതൊക്കെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജന്തുക്കളാണ് ഇവനെ പോലുള്ളവർ എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഈ ആരിഫ് ഹുസൈൻ എന്നൊക്കെ പറഞ്ഞാൽ അവനെ ഒന്നും മനുഷ്യന്റെ കുലത്തിൽ പെടുത്താൻ പറ്റില്ല. അവനെയൊക്കെ എന്തെങ്കിലും ഒരു അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയിലുള്ള ജന്തുവായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ തരത്തിലുള്ള വിവാദപരമായ പ്രസ്താവനകളും അതുപോലെ തന്നെ ചർച്ചകളുമായിട്ടൊക്കെ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ ജനം തിരിച്ചറിയണം, 100 വട്ടം തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം.